അനീതി കാണിക്കുന്നു എന്നുള്ളത് വിളിച്ചു പറയാതിരിക്കാൻ വേണ്ടി കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ബഹുമാനപ്പെട്ട MLA ഇവിടെ പ്രതിപാദിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി തന്നെ ഈ ധർണാ സമരത്തിലേക്ക് വലിച്ചടിച്ച് ഈ സർക്കാരിനെതിരെയുള്ള നമ്മുടെ വികാരം സർക്കാർ മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടി കാസർഗോഡിന്റെ ആരാധ്യനായ MLA ബഹുമാനപ്പെട്ട NA നെല്ലിക്കുളം അവരോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് ഹാർദമായി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ഇവിടെ സവിസ്തരം പ്രതിപാദിച്ചു കഴിഞ്ഞു. നമ്മളെല്ലാവരും മഹത്തായ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഒരുപാട് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ജനങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൻ്റെ പേരിലാണ് നമ്മളെല്ലാവരും ഭാരതീയരാണ് എന്നതിൽ അഭിമാനിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്ത് തന്നെ ഇത്രമാത്രം ശക്തമായ ജനാധിപത്യ സംവിധാനമുള്ള ഒരു രാജ്യം ഇന്ത്യയല്ലാതെ നമുക്ക് വേറെ കാണാൻ സാധിക്കുകയില്ല. നമ്മോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളിൽ ഇന്നിപ്പോൾ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജനാധിപത്യവും അതുപോലെയുള്ള സംവിധാനങ്ങളുമൊക്കെ ഇങ്ങനെ പല രാജ്യങ്ങളിലും, നമ്മോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളിലും ഇങ്ങനെ പാറപ്പുണ്ടെന്ന്. പക്ഷേ എന്നിട്ടും നമുക്ക് നമ്മുടെ ജനാധിപത്യത്തെ ഇങ്ങനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുവാൻ കഴിഞ്ഞു എന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എടുത്തു പറയേണ്ട നേട്ടം. അത് എന്തുകൊണ്ടാണ് നമുക്ക് സാധിച്ചത്? ഓരോ 5 വർഷം കൂടുമ്പോഴും നമുക്ക് നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുന്നു. ജനങ്ങളുടെ ഇതമനുസരിച്ച്, ജനങ്ങളുടെ ഇഷ്ടമനുസരിച്ചല്ല നമുക്ക് തെരഞ്ഞെടുപ്പുകൾ വളരെ സുഗമമായി നടത്താൻ സാധിക്കുന്നത്. ഈ നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ സുഗമമായി നമുക്ക് നടത്താൻ സാധിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് എന്നത് ആർക്കും അറിയാത്ത കാര്യമല്ല. ഇപ്പോൾ ഈ ധർണയ്ക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ചത് മുതൽ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിക്കുന്നത് വരെ, അതായത് വോട്ടെണ്ണി പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച ഉദ്യോഗസ്ഥന്മാർ രാത്രിയൊക്കെ പോയി വീട്ടിൽ സുഖമായി ഉറങ്ങുമ്പോൾ എത്രയോ രാത്രികളിൽ ഉറങ്ങാതെ നിങ്ങൾ നമ്മുടെ ജില്ലയിലെ, നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ കാവൽ നിന്ന ആളുകളാണ് നിങ്ങളെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എവിടത്തേക്കാണോ നിങ്ങളെ വിളിക്കുന്നത് അവിടെയൊക്കെ നിങ്ങൾ ഓടിയെടുക്കണം ക്യാമറയുമായി. പലതുമുണ്ട്, പ്രശ്നബാധിത ബൂത്തുണ്ട്, അല്ലാത്ത ബൂത്തുകളുണ്ട്. ആ ബൂത്തുകളിലൊക്കെ വെബ് ക്യാമറ സ്ഥാപിക്കുന്നുണ്ട്. ആ വെബ് ക്യാമറ സ്ഥാപിക്കാൻ സാധിക്കും. നമ്മുടെ ജില്ലയിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്താൻ നമ്മുടെ ജില്ലാ ഭരണകൂടത്തിൽ ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ സഹായിച്ചത് കൊണ്ട് എത്രയോ രാത്രികളിൽ നിങ്ങൾ ഉറങ്ങാതെ എത്രയോ രാത്രികൾ നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടാകും. എത്രയോ ദിവസങ്ങൾ നിങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ടാകും. അതൊക്കെ നിങ്ങൾ ചെയ്തത് ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്തോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത, അങ്ങനെയുള്ള നിങ്ങളെയാണ് ഇപ്പോൾ ഈ സമരത്തിലേക്ക് വലിച്ച് ഇട്ടിരിക്കുന്നത്. 40 വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആ ഫയൽ നമ്പർ ഏൽപ്പിച്ചു. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞത് നാളെ തന്നെ ശരിയാക്കാമെന്ന്. പക്ഷേ ആ നാളെ ലോട്ടറിക്കാരൻ്റെ നാളെയാണ് എന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. ലോട്ടറിക്കാരൻ പറയാണ്ട് നാളെ എന്ന്. അപ്പോൾ ആ നാളെ ലോട്ടറിക്കാരൻ്റെ നാളെയായി. ഇതുവരെ ആ പൈസ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു, ട്രഷറി നിയന്ത്രണം വന്നിരിക്കുകയാണ്. 25 ലക്ഷം രൂപയുടെ കൂടുതൽ ബില്ലുകൾ. ഞാൻ ബഹുമാന്യനായ പ്രസിഡന്റിനെ തിരുത്താൻ ആഗ്രഹിക്കുന്നു. പ്രസിഡന്റ് 25 ലക്ഷം രൂപയുടെതല്ല, നിങ്ങളുടെ പണം 5 ലക്ഷം രൂപയാണെങ്കിൽ പോലും ആ ബില്ല് നിങ്ങൾക്ക് ട്രഷറിയിൽ നിന്ന് മാറിക്കിട്ടാത്ത അവസ്ഥയാണ് ഉള്ളത്. പക്ഷേ നമ്മുടെ ധനകാര്യമന്ത്രി നിയമസഭയിൽ ചോദിച്ചാൽ വരും അങ്ങനെയുള്ളൊരു ട്രഷറി നിയന്ത്രണമൊന്നും നമ്മുടെ സംസ്ഥാനത്ത് ഇല്ല എന്നാണ് ഞങ്ങൾ MLA-മാർ ചോദിച്ചാൽ നിയമസഭയിൽ നമ്മുടെ ധനകാര്യമന്ത്രി മറുപടി പറയും. ധനകാര്യമന്ത്രിയോട് ചോദിച്ചു നമ്മുടെ സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണമുണ്ടോ എന്ന്. അദ്ദേഹം പറഞ്ഞില്ല. നമ്മുടെ ട്രഷറികൾ 24 മണിക്കൂറും തുറന്നു കിടക്കുന്നു എന്നാണ് ധനകാര്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ അത് മറ്റൊന്നുമല്ല, എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടല് 11 മണിയാകുമ്പോൾ ആ ഹോട്ടലിൽ എല്ലാ സാധനങ്ങളും തീരും. നമ്മൾ പോയാൽ പിന്നെ ഹോട്ടലിൽ നിന്ന് ഒരു സാധനം കിട്ടുകയില്ല. പക്ഷേ അദ്ദേഹം
സാധനം തീർന്നാലും രാത്രി 12 മണി വരെ ഹോട്ടൽ തുറന്ന് വെക്കും. ഒരു ദിവസം ഞാൻ ഇങ്ങനെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ 11 മണിക്ക് തീർന്നത്. പിന്നെ എന്തിനാണ് ഈ പാതിരാവ് വരെ നിങ്ങളിങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ഹോട്ടലിലേക്ക് വരുന്ന ആളുകളോട് സാധനം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഒരാൾ ഇവിടെ വേണ്ടേ എന്നാണ്. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ പറയാനാണ് ട്രഷർ 24 മണിക്കൂറും തുറന്നു വെക്കുന്നത്. ഇത് ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. നമ്മുടെ ട്രഷറിയുടെ അവസ്ഥ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ രാഷ്ട്രീയമായി പോകും എന്ന് കരുതുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും നിങ്ങളുടെ വിയർപ്പിൻ്റെ രക്തത്തിൻ്റെ പ്രതിഫലമാണ് നിങ്ങളിപ്പോൾ നമ്മുടെ ജില്ലാ ഭരണകൂടത്തോടും സർക്കാരിനോടും ചോദിക്കുന്നത്. ഈ പണം നിങ്ങൾക്ക് തന്നില്ല എങ്കിൽ അത് നിങ്ങളോട് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിയമസഭ കഴിഞ്ഞ് രാവിലെ എത്തിയതാണ്. അപ്പോൾ ഇന്നലെ നിയമസഭയിൽ മറ്റ് നടപടിക്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വയനാട്ടിൽ മരണപ്പെട്ട നമ്മുടെ സഹോദരന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇന്നലെ നിയമസഭ പിരിഞ്ഞു. തിങ്കളാഴ്ചയാണ് നിയമസഭ ആരംഭിക്കുന്നത്. ആ നിയമസഭ കുറച്ച് ദിവസം ഉണ്ടാകും. ആ ദിവസത്തിനുള്ളിൽ തീർച്ചയായും അവസരം കിട്ടിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ നിയമസഭയിൽ അവതരിപ്പിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ മന്ത്രിയെ നേരിട്ട് കണ്ട് തീർച്ചയായും നിങ്ങളുടെ ഈ പണം, നിങ്ങൾക്ക് അർഹതപ്പെട്ട ഈ പണം, നിങ്ങളുടെ വിയർപ്പ് തുള്ളിയുടെ ചോരയുടെ ഈ പണം തീർച്ചയായും നിങ്ങൾക്ക് അനുവദിച്ച് തരുന്നതിന് വേണ്ടി ഒരു ജനപ്രതിനിധി എന്നതിൽ നാളിതുവരെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഒരു ധർണ കളക്ടറേറ്റിൽ നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വേദനയുണ്ട്. കാരണം നിങ്ങൾ ഇതുപോലെയുള്ള ഒരുപാട് ധർണകൾ ഒപ്പിയെടുത്തുകൊണ്ട് അധികാരികൾക്ക് എത്തിച്ച ആളുകളാണ്. ഈ നാട്ടിലെ എൻഡോസൾഫാൻ ഇരകളുടെ പ്രശ്നമായാലും മറ്റ് ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളായാലും അതിൻ്റെയൊക്കെ അവർ നടത്തുന്ന സമരങ്ങളുടെ ചിത്രമെടുത്ത് ഒപ്പിയെടുത്ത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ആളുകൾ തന്നെ നിങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ധർണ ഈ കലക്ട്രേറ്റിന് മുന്നേ പെട്ടെന്ന് തന്നെ കണ്ണു തുറക്കാനും നിങ്ങൾക്ക് അവകാശപ്പെട്ട അർഹതപ്പെട്ട ആ 45 ലക്ഷം രൂപ അനുവദിച്ച് തരുവാനും സർക്കാർ മുന്നോട്ട് വരണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഈ ധർണയ്ക്ക് എല്ലാവിധ പിന്തുണയും ഞാൻ അർപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ സക്രിയമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി കളക്ടറേറ്റ് ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നൽകുന്നത്. ഈ ധർണാ സമരത്തിന്റെ ആരാധ്യനായ അധ്യക്ഷൻ കാസർഗോഡ് ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ KC എബ്രഹാം, ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെ തന്നെ നമ്മളോടൊപ്പം എല്ലാ പ്രശ്നങ്ങൾക്കും ഒന്നിച്ച് കൂടെ തന്നെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട കാസർഗോഡിന്റെ ജനകീയ MLA ശ്രീ N. നെല്ലിക്കുന്നവർകളെ, ഈ ധർണാ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജില്ലയുടെ ട്രഷറർ ശ്രീ സുനിൽകുമാർ PT, മറ്റ് സ്വാഗതം ആശംസിച്ച ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീ രാജേന്ദ്രൻ, മറ്റ് ജില്ലയിലെ സഹഭാരവാഹികളെ, മേഖലാ ഭാരവാഹി, ജില്ലയിലെ ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ്, നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏപ്രിൽ 26-ന് ലോക്സഭാ ഇലക്ഷൻ അവസാനിച്ചുവെങ്കിലും ഇതിന്റെ ഭരണാധികാരികൾ അധികാരമേറ്റ് ഏകദേശം 3 മാസത്തോളമായി. എന്നിട്ടും ഇതിന്റെ തൊഴിലെടുത്ത് ക്യാമറകൾ വാടകയ്ക്ക് വാങ്ങിയും മറ്റും ഇതിന്റെ മാസങ്ങളോളം ഇതിന്റെ ബേക്കിൽ വിവിധ സ്ക്വാഡുകളിൽ പ്രവർത്തിച്ചുകൊണ്ട് ഊണും ഉറക്കം ഉപേക്ഷിച്ചുകൊണ്ട് ഏത് പാതിരാക്കും ഏത് ചെക്കിങ്ങിനും ഒപ്പരം ഉദ്യോഗസ്ഥന്മാരെക്കാൾ കൂടുതൽ ഈ മേഖലയിൽ സേവനം ചെയ്തുകൊണ്ട് വിവിധ സ്ക്വാഡുകളിൽ പ്രവർത്തിച്ചുകൊണ്ട് ചെക്ക് പോസ്റ്റുകൾ ഉൾപ്പെടെ പരിശോധനയിൽ ലക്ഷങ്ങൾ കോടികളാണ് നമ്മുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തത്. അത് ഏറ്റവും ഉപകാരപ്രദമായത് ഇവിടുത്തെ സർക്കാരുകൾക്കാണ്. കാരണം നമ്മുടെ ക്യാമറകൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അത്തരത്തിൽ പലതും ഇവിടെ പിടിക്കപ്പെട്ടു പോയത്. അല്ലെങ്കിൽ അതൊക്കെ ചിലപ്പോൾ പല മേഖലകളിൽ അപ്രത്യക്ഷമാകുന്ന ഒരു കാര്യമായി മാറിയേനെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മഹത്തായ ഒരു സേവനം നൽകിയ ഒരു വിഭാഗം എത്രയോ തവണയായി നമ്മൾ ഈ സർക്കാർ തലത്തുമായും ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇലക്ഷൻ വർക്ക് എടുക്കുന്ന വിഭാഗമാണ് നമ്മളൊക്കെ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വേദനാജനകമായ ഒരു കാഴ്ചയാണ് നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ ഉദ്യോഗസ്ഥന്മാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് എല്ലാ രേഖകളും ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കൃത്യമായ DVD-കൾ ഉൾപ്പെടെ എല്ലാം കമ്പ്യൂട്ടർ ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഇലക്ഷനുമായി സഹകരിച്ച ഒരു വിഭാഗമാണ് കാസർഗോഡ് ജില്ലയിലെ ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളുടെ കൃത്യമായ നിർദ്ദേശം ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടുന്ന വീഡിയോഗ്രാഫർ എത്രയാണോ ഒക്കെ. കുടുംബാംഗങ്ങളെ,
നമ്മുടെ ഈ ധർണാ സമരം വൻ വിജയമായി തീർത്ത നമ്മുടെ AKP കുടുംബാംഗങ്ങൾക്ക് എല്ലാം തന്നെ എൻ്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരുന്നു. അതുപോലെ തന്നെ ഈ പ്രക്ഷോഭത്തിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ ഇനിയും ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണുകൾ വന്നിട്ടില്ലെങ്കിൽ ഇനിയും നമ്മുടെ സംസ്ഥാനം ഒട്ടാകെ നമ്മുടെ പ്രതിഷേധിക്കുന്നു മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ രണ്ട് വാക്ക് ഉപസംഹരിക്കുന്നു. ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കളെ, നമ്മളുടെ ഈ ധർണാ സമരം വിജയമാക്കി തന്ന മുഴുവൻ ആൾക്കാർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇവിടെ നിരാഹാര സമരം പ്രഖ്യാപിക്കാമെന്ന് ഞാൻ ഇതിനാൽ അറിയിക്കുന്നു. കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മുഴുവൻ ഫോട്ടോഗ്രാഫർമാർ എന്നെ പല ആളും വിളിച്ചിരുന്നു. എന്നാൽ സർക്കാരിൻ്റെ അവസ്ഥ ട്രഷറി നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നത് നമുക്ക് ഭയങ്കര വേദനയായ രീതിയാണ്. KC എബ്രഹാം, അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞ നമ്മുടെ ജോയിന്റ് സെക്രട്ടറി രാജേന്ദ്രൻ, ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ MLA എന്നെ നെല്ലിക്കുന്ന്, മറ്റ് ജില്ലാ മേഖല ഭാരവാഹികളെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ രാത്രിയും പകലും ഇന്നില്ലാതെ നമ്മൾ എടുത്ത ആ ജോലിയുടെ വേതനം ഇതുവരെ കിട്ടിയില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ജില്ലാ പ്രസിഡന്റ് എന്ന രീതിയിൽ കാസർഗോഡ് അടുത്തുള്ളത് കൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് എത്ര വിശദമായിട്ട് പറയാൻ നെല്ലിക്കുന്നവർക്ക് പ്രിയപ്പെട്ട ജില്ലാ മേഖലാ യൂണിറ്റ് നേതാക്കളെ, പ്രിയപ്പെട്ട മെമ്പർമാർ, ഈ ഇലക്ഷൻ്റെ വർക്ക് തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നത് ഇപ്പോഴവിടെ ഒരു വീഡിയോഗ്രാഫർ വേണം, ഇവിടെ ഒരു വീഡിയോഗ്രാഫർ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ഓരോരോ ആൾക്കാരെ ഏർപ്പാടാക്കി ആദ്യത്തെ ദിവസം ഞാൻ ഓർക്കുന്നു. അതേ അനുഭവമായിരുന്നു അവസാനം വരെ ഉണ്ടായിരുന്നത്. നമ്മൾ ബോക്സൊക്കെ കൊണ്ടുപോകുന്നത് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞു. അത് പോയി. അങ്ങനെ 24 മണിക്കൂറും ഊണും ഉറക്കവും ഇല്ലാതെ, ഭക്ഷണമോ വെള്ളമോ കൃത്യസമയത്ത് കിട്ടാതെ വർക്ക് ചെയ്തവരാണ് നമ്മൾ. ಅದು നമ്മുടെ ഒരു ನಾವಿಲ್ಲಿ ಕೆಲವು ತಿಂಗಳಿಂದ ಈ ಒಂದು ಪ್ರಯತ್ನವನ್ನು ಮಾಡ್ತಿದ್ದೇವೆ. ನಮ್ಮ AKPಯ ಜಿಲ್ಲೆಯ ಜನರು ಯಾವುದೆಲ್ಲ ಕೆಲಸವನ್ನು ಅಧಿಕಾರಿಗಳು ಮಾಡಬೇಕು ಅದನ್ನೆಲ್ಲ ನಮ್ಮ ಎಲ್ಲ ಕೆಲಸ ಕಾರ್ಯಗಳನ್ನು ಬಿಟ್ಟು ನಮ್ಮ ಫೈಲನ್ನು ಮುಂದೆ ಮಾಡ್ತಿದ್ರು. ಈ ಒಂದು ಫೈಲ್ ಮೂವ್ ಮಾಡುವ ಸಮಯ അധ്യക്ഷനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ KC എബ്രഹാം ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കാസർഗോഡിൻ്റെ ജനകീയനായ MLA ശ്രീ നെല്ലിക്കുന്ന്, നമ്മുടെ നഗരത്തിൽ ആദരപ്പെടുന്ന യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ച ജില്ലയുമായി സഹകരിച്ച ഒരു വിഭാഗമാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ ഈ അംഗങ്ങൾ. ഇപ്പോൾ ഓരോ കാരണവും പറഞ്ഞ് നമ്മുടെ വേതനം ലഭിക്കാൻ വൈകുകയാണ്. ഇപ്പോൾ പറയുന്ന TDS, GST അതുപോലത്തെ പല നിയമങ്ങളൊക്കെ പറയുന്നതാണ്. സർക്കാരിൻ്റെ ഈ പണം വകമാറ്റി ചെലവാക്കിയത് കൊണ്ടാണ് ഇത് TDS-ലും GST-ലും പെട്ടതാണെന്നാണ് അറിയാൻ സാധിച്ചത്. അല്ല എങ്കിൽ ഇലക്ഷൻ വീഡിയോഗ്രാഫി, ഇലക്ഷനുമായി ഉള്ള എല്ലാ ചെലവുകൾക്കും പ്രത്യേകിച്ച് ഓഡിറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ഇത് തികച്ചും ഇവർ വകമാറ്റി ചെലവാക്കിയത് കൊണ്ടാണ് ഈ GST-ലും ഇങ്ങനെ പെട്ടതാണെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. നിയന്ത്രണം പിൻവലിക്കുക, ധർണാ സമരം സിന്ദാബാദ്. ഇലക്ഷൻ വർക്കുകൾ എടുത്തിട്ട് മാസങ്ങളോളമായിട്ടും നമ്മളെ ഇന്നും നമുക്ക് അനുവദിച്ചിട്ടുള്ള വേതനം തരാതെ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരണാധികാരികൾ. ഇന്ന് നമുക്ക് MLA ഉറപ്പ് തന്നിട്ടുണ്ട്. അദ്ദേഹം ഈ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചുകൊണ്ട് നമുക്ക് അനുഭാവപൂർണ്ണമായ രീതിയിലുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവർക്ക് നിവേദനം കൊടുത്തുകൊണ്ട് അദ്ദേഹവും നമുക്ക് അനുഭാവപൂർണ്ണമായ നിലയിലേക്ക് ഇത് എത്രയും പെട്ടെന്ന് അനുവദിച്ചു വരാൻ ഇടപെടലുകൾ നടത്തുമെന്ന് വിശ്വസിക്കാം. അതല്ലെങ്കിൽ ഇനിയും ശക്തമായ സമരപരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോയി എത്രയും പെട്ടെന്ന് ഈ ആനുകൂല്യം നമുക്ക് നേടിയെടുക്കാനുള്ള എല്ലാവിധ യോഗം ഉദ്ഘാടനം ചെയ്ത അധ്യക്ഷം വഹിച്ച AKPയുടെ ആരാധനായ അധ്യക്ഷൻ KC എബ്രഹാം ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത കാസർഗോഡിൻ്റെ ജനകീയ MLA ശ്രീ നെല്ലിക്കുന്ന് സാറിനുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഹരീഷ് പാലക്കുന്ന് അവർക്കുള്ള നന്ദിയും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സംഘടനയുടെ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഷെരീഫ് പ്രൈമാത്ത്, വേണു ദേവി എന്നിവർക്കുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സഹഭാരവാഹികളെ, പ്രിയപ്പെട്ട നമ്മുടെ അംഗങ്ങളെ,
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിൽ ജില്ലാ ഭരണകൂടത്തിന് പുതിയ അധ്യയന വർഷത്തിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും കേരള പോലീസിൻ്റെ സ്വാഗതം. വീട്ടിൽ നിന്നും സ്കൂളിലെത്തുന്നവരെയും സ്കൂളിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്നവരെയും കുട്ടികളുടെ സുരക്ഷയ്ക്കായി പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. അതിലേക്കായി ഒരു വിദ്യാർത്ഥി സുരക്ഷാ പദ്ധതി തന്നെ ഈ അധ്യയന വർഷം പോലീസ് നടപ്പിലാക്കുന്നുണ്ട്. സ്കൂളുകളിൽ മാത്രമല്ല, യാത്രാമധ്യയുള്ള എല്ലാ മേഖലകളിലും നിരീക്ഷണം ഉറപ്പിക്കുന്നതാണ് പോലീസിൻ്റെ ഈ പുതിയ പദ്ധതി. സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, മറ്റു ജീവനക്കാർ നിർബന്ധമായും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി സംഘങ്ങളെ കുരുക്കുന്നതിനായി സ്കൂളുകൾ, കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണവും പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് പതിവായി തമ്പടിക്കുന്നവരെയും വന്നുപോകുന്ന കച്ചവടക്കാരെയും പോലീസ് വാച്ച് ചെയ്യുന്നുണ്ട്. സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നറിയുവാൻ പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വിൽപ്പന സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും 112-ൽ വിളിച്ചറിയിക്കുകയോ യോദ്ധാവ് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതുമാണ്. നമ്മളെല്ലാവരും വീട്ടിൽ പാചകവാതകം അഥവാ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് എന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്ന ഭയവും നമ്മളെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മളിൽ എത്ര പേർക്ക് ഒരു ഗ്യാസ് സിലിണ്ടർ കൃത്യമായി ഫിറ്റ് ചെയ്യാനറിയാം? ഈ ചോദ്യം കേട്ട് ആരും നെറ്റി ചുളിക്കേണ്ട. ഗ്യാസ് കൊണ്ടുവരുന്നത് മുതൽ ഗ്യാസ് ഫിറ്റ് ചെയ്യുന്നതിന് വരെ അതിൻ്റേതായ രീതികളുണ്ട്. പലപ്പോഴും നമ്മളൊന്നും അതിൽ ബോധവാന്മാരല്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ മണ്ടത്തരമാണ് വീടുകളിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പാചകവാതകത്തിന് നിറമോ മണമോ ഇല്ല എന്ന് നമുക്ക് എത്ര പേർക്കറിയാം? ലായനി രൂപത്തിലാണ് കുറ്റിയിൽ ഗ്യാസ് നിറച്ചിരിക്കുന്നത്. ഇതിന് മണമില്ല. പക്ഷേ ഗ്യാസ് ചോർന്നു കഴിഞ്ഞാൽ അറിയാനായി മണം നൽകിയിരിക്കുകയാണ്. വീട്ടിൽ പാചകവാതക സിലിണ്ടർ ചോർന്നാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ പോലും നമ്മളിൽ പലർക്കുമില്ല. ഗ്യാസ് നൽകുന്ന കമ്പനികളും ഇതിനെക്കുറിച്ച് അവബോധം നൽകാറില്ല. ആദ്യമായി വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ അത് ചെരിച്ചിടാനോ ഉരുട്ടിക്കൊണ്ടുവരാനോ പാടില്ല. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ദ്രവരൂപത്തിലുള്ള ഇന്ധനം പുറത്തേക്ക് ഒഴുകി വരാനിടയുണ്ട്. നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ തെറ്റ് ആവർത്തിക്കുന്നവർ തന്നെയാണ്. ഗ്യാസ് സിലിണ്ടർ എപ്പോഴും വീട്ടിൽ വായു സഞ്ചാരമുള്ളിടത്തേ വയ്ക്കാവൂ. അതായത് സൂര്യപ്രകാശം തട്ടാത്ത സ്ഥലത്താണ് അത് സൂക്ഷിക്കാൻ എന്ന് സാരം. അല്ലെങ്കിൽ ചൂട് മൂലം സിലിണ്ടറിനുള്ളിലെ മർദ്ദം കൂടുകയും അത് സ്ഫോടനത്തിന് ഇടയാവുകയും ചെയ്യും. ഒരിക്കലും സിലിണ്ടർ കുഴിയിലിറക്കി വയ്ക്കുകയോ അടപ്പുകൊണ്ട് അടച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യരുത്. ഗ്യാസ് സിലിണ്ടർ പുതിയവ ഫിറ്റ് ചെയ്യുമ്പോഴും പഴയത് മാറ്റുമ്പോഴും അടുക്കളയിലെ വാതിലുകളും ജനാലകളും തുറന്നിട്ട് വായു സഞ്ചാരമുള്ളതാക്കണം എന്നുള്ള നിയമം നമ്മളിൽ എത്ര പേർ പാലിക്കാറുണ്ട്? വർഷത്തിലൊരിക്കൽ നിർബന്ധമായും ഗ്യാസ് ട്യൂബ് മാറ്റിയിടണം എന്നുള്ള കാര്യവും നമ്മളിൽ എത്ര പേർക്കറിയാം? വീട്ടിൽ ഗ്യാസ് ലീക്കാകുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഉപയോഗത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ ഓഫ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പുതുതായി ഒരു ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും സ്വിച്ച് ഇടുകയും ചെയ്യരുത്. ശേഷം ഗ്യാസിന്റെ റെഗുലേറ്റർ ഓഫ് ചെയ്താൽ തന്നെ ഭൂരിപക്ഷം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അടച്ചിട്ടിട്ടുള്ള വെന്റിലേറ്ററുകൾ, വാതിലുകൾ എന്നിവ ഉടൻ തന്നെ തുറന്നിടണം. ഇനി ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ചാലോ? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ച് പുറത്തേക്ക് ശക്തിയായി കത്തിയാൽ അത് പൊട്ടിത്തെറിക്കില്ല എന്നുള്ളതാണ്. ലിക്വിഡ് പെട്രോളിയം പുറത്തു വന്ന് ഓക്സിജന്റെ സഹായത്തോടെയാണ് കത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചെറിയ തീ പടർന്നു കഴിഞ്ഞാൽ കട്ടിയുള്ള പുതപ്പോ ചാക്കോ വെള്ളത്തിൽ നനച്ച് കുറ്റിക്ക് മുകളിലേക്കിട്ടാൽ തീ അണഞ്ഞു കിട്ടും. ഇങ്ങനെ ചെയ്ത് സിലിണ്ടർ തണുപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഒരിക്കലും വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകരുത്. ഉയർത്തി മാത്രമേ
പുറത്തേക്ക് കൊണ്ടുപോകാവൂ. ഗ്യാസ് അടുപ്പുകൾ പുറത്തു വയ്ക്കുകയും അവിടെ നിന്ന് പൈപ്പ് വഴി കണക്ഷൻ അടുപ്പിലേക്ക് നൽകുകയും ചെയ്യുകയാണ് ഏറ്റവും സുരക്ഷിതമായ മുൻകരുതൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്താൽ ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ തന്നെ പുറത്തുപോയി റെഗുലേറ്റർ ഓഫ് ചെയ്താൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കുഞ്ഞു ലൈക്കും ഒരു കുഞ്ഞു ഷെയറും ഒരു കുഞ്ഞു കമൻറ്റും തരണമെന്ന് കമ്മിറ്റിയുടെ പേരിൽ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com.